ഇത് ശരിക്കും 19 ലക്ഷം അല്ലേ? 19 V2. ഇതാണിപ്പോൾ നമ്മുടെ ഷോറൂമിൽ ഏറ്റവും ടോപ്പ് അല്ലേ? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഇത് മൾട്ടിസ്റ്റാഡ V4 റാലി എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. അതിൽ V4Sൻ്റെ മേളിൽ വരുന്ന, അതായത് ഫുള്ളി സ്പോക്ക് വീൽസിൽ വരുന്ന ഒരു വേരിയൻ്റ്. പിന്നെ ഇതിൽ ഫീച്ചർ വരാനാണെന്നുണ്ടെങ്കിൽ റഡാസ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോള്, കീലെസ് എൻട്രി, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് കൂടുതലും. പിന്നെ ക്രൂസ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇത് ജോയ്സ്റ്റിക്കാണ്, കൺട്രോൾസും കാര്യങ്ങളെല്ലാം ജോയ്സ്റ്റിക്കിലാണ് വരുന്നത്. പിന്നെ റണ്ണിങ്ങിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് റിയർ സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉണ്ട്. 5000 RPM 5000 RPM ഫുള്ള് 4 സിലിണ്ടർ. ഇതിൻ്റെ പ്രൈസ് 34 അല്ലേ? സസ്പെൻഷനാണ്, ഓട്ടോമാറ്റിക് സസ്പെൻഷൻസ് ആണ്. ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡിൽ കീ ഓൺ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വേറെ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇടുമ്പോൾ വെഹിക്കിൾ അസിസ്റ്റ് സ്റ്റാൻഡിലേക്ക് കയറാൻ സെർഫർലെസ് ആയിട്ട് കുറച്ചുകൂടെ കംഫർട്ട് റൈഡേഴ്സിനൊക്കെ നമ്മുടെ കുറച്ചുകൂടെ അഗ്രസീവ് വേർഷനാണ്. പിന്നെ ഇതിന് വരുന്ന ഗ്രാൻഡ് വേർഷൻ, അതായത് GT എൻജിൻസ് എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനാണ് വരുന്നത്. അതിൽ നമുക്കിപ്പം ഡുക്കാട്ടിക്ക് ഒരു മേജർ മെയിൻ്റനൻസ് വരുന്ന ഡെസ്മോ സർവീസിലാണ്. ഇതിന് അങ്ങനെ ഒരു ഡെസ്മോ ഇല്ല. ഇതിന് 60,000 കിലോമീറ്റേഴ്സിൽ ഒരു വാൾ ചെക്ക് മാത്രമേ വരുന്നുള്ളൂ. സർവീസ് എല്ലാം അത് 2 ഇയറിലാണ്. 2 ഇയറിൽ വൺസാണ് സർവീസ് വരുന്നത്. ഏകദേശം ഒരു എന്താ പറയണ്ടേ 12,000 താഴെത്ത്, അതായത് 11,000 ഫുൾ സർവീസ് 2 ഇയറിൽ വരുന്നത്. ആനുവലി ഒരു ചെക്കപ്പ് മാത്രം. ഇതിപ്പോൾ ആണല്ലോ, ഇതിപ്പോൾ ബാറ്ററി സ്ക്രീനിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് TFT ഡിസ്പ്ലേ, ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്ക് നാവിഗേഷൻ ഉണ്ട്, സൈജിക്ക്. അതിന് ഡുക്കാട്ടി സൈജിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വേണം. നാവിഗേഷൻ, ക്രൂസ് കൺട്രോൾ, സകലமான ഡീറ്റെയിൽസും കാണിക്കും. ട്രാക്ഷൻ, നമ്മുടെ എന്താ പറയണ്ട റഡാസിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങൾ അതെല്ലാം കാണിക്കും. ഫോൺ കണക്ടിവിറ്റി ഉണ്ട്, മിറർ ചെയ്യാം, എല്ലാ ഫീച്ചേഴ്സും. അതിൽ തന്നെ ഡിസ്പ്ലേ ഫിൽറ്റാണ്. നമുക്ക് റൈഡേഴ്സിനനുസരിച്ചിട്ട് ഇതിനനുസരിച്ച് നമുക്ക് മേളിലേക്ക് മേളിലേക്ക് ഫിൽറ്റ് ചെയ്യും. അതുപോലെയാണ് ഇൻഷുറി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്രോബോട്സിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഫുൾ സിസ്റ്റം ചെയ്യാൻ ചെയ്യും. അത് ഏകദേശം 470 വരും ഫുൾ സിസ്റ്റം. പക്ഷേ ഫുൾ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 7 HP വ്യത്യാസം വരും. പിന്നെ 175 bhp എന്നുള്ളത് പിന്നെ ഒരു 7 HP കൂടും. പിന്നെ മാത്രമുണ്ട്. ഇത് പ്ലാസ്റ്റിക് പീസ് ആയിരിക്കും, ഇത് അലൂമിനിയം ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ റൈഡർ റിഫ്ലക്ടർ, ഈ സാധനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടാവില്ല, അത് നമുക്ക് ആക്സറിയിലാണ് വരണം. പക്ഷേ റാലിയിലല്ല ഇത് ഇൻബിൽഡ് ആയിട്ട് വരും. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങളുടെ റൈഡൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റിൽ നിന്ന് തൃപ്പൂണിത്തുറ പോകുന്ന വഴിക്ക് തൈക്കുടം മെട്രോ സ്റ്റേഷൻ സൈഡിലായിട്ട് ഡുക്കാത്തിയുടെ ഷോറൂമിൽ എല്ലാ പുതിയ മോഡൽസുകളും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ പല വർണ്ണങ്ങളിൽ നല്ല സൂപ്പർ ബൈക്കുകൾ അടിപൊളിയായിട്ട് നമ്മുടെ ഡുക്കാത്തിയുടെ ഷോറൂമിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാ മോഡലിലും ഉണ്ട് കേട്ടോ, സ്പോർട്സ് മോഡലും. എന്താണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ ഏത് രീതിയിലുള്ള വണ്ടിയാണ് ആഗ്രഹിക്കുന്നത്, അതിന് പറ്റിയ എല്ലാ മോഡൽസും ഇവിടെ ഇങ്ങനെ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റേഞ്ച് കൂടിയ വാഹനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് നോർമലി ഡെയിലി യൂസിനുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ അതും എല്ലാ മോഡൽസിലുള്ള വാഹനങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഡുക്കാത്തിയുടെ ഷോറൂമിലേക്ക് വരും. നിങ്ങൾ റൈഡ് അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്ത് അങ്ങോട്ട് പൊളിക്കും.